അതുപോലെ സിറിയയ്ക്കുള്ളിൽ തുടർന്ന് ISISന്റെ ഭീകരാക്രമണം നടക്കുകയാണ്. ഇന്നലെ 6 HTSുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിലവിലെ ഭരണകൂടമായിട്ടുള്ള HTS എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽപ്പെട്ട 6 ഉദ്യോഗസ്ഥരെ ഇന്നലെ IS ഭീകരവാദികൾ വധിച്ചിട്ടുണ്ട്. ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഒരു ദിവസത്തിന് മുമ്പ്, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ സംഭവിച്ചത് അൽത്തനൂഫ് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, നേരെ മറിച്ച് ഇപ്പോൾ അവർ ഈ അമേരിക്കൻ ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന HTSനെതിരെ തന്നെയാണ് ഇവർ തിരിഞ്ഞിരിക്കുന്നത്. ശരിക്കും സിറിയയിൽ അൺസർട്ടനിറ്റിയാണ്. അവിടെ മൊത്തത്തിൽ IS ഭീകരർ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശരിക്കും സിറിയയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ്, ഒരു സിവിൽ വാർ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീണ്ടും നമ്മളത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ അബു മുഹമ്മദ് അൽ ജലാനി അൽ ഷാര എന്ന് പറഞ്ഞ ഈ ഒരു HTSന്റെ ഭീകര നേതാവ്, അയാൾ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ റീഇൻഫോഴ്സ്മെന്റ്, അതായത് ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ നമ്മൾ ട്രൂപ്പിനെ ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ട്രൂപ്പ് ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഏറ്റവും കൂടുതൽ HTS പല സ്ഥലങ്ങളിലും അവർ സെർച്ച് നടത്തും. സെർച്ച് നടത്തിയാൽ ഇവന്മാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അൽസാറ അപ്പോയിന്റ് ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും ഈ ISISന്റെ അനുഭാവികളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. യുവമാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ISISുമായിട്ട് നല്ല രീതിയിൽ ചങ്ങാത്തം വെച്ചിട്ട് ഇവർ അലാവിറ്റുകളെയും ഡ്രൂസുകളെയും മറ്റുള്ള ഇതര മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെയൊക്കെ ഇവർ ഉപദ്രവിക്കും, ഇല്ലായ്മ ചെയ്യും. ഇതാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാടുകളെല്ലാം അവിടെ നടക്കുന്നത്. അമേരിക്ക നോക്കുകുത്തിയായിട്ട് നിൽക്കും, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും ട്രംപ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. തായ്ലാൻഡ്, കംബോഡിയ. ഞാൻ അവിടെയും താരിഫ് ഭീഷണിയാണ് അവിടെ മുഴക്കിയത്. പക്ഷേ തായ്ലാൻഡും കംബോഡിയയും അതിനെ വകവെച്ചില്ല, തള്ളിക്കളഞ്ഞു. ഇതാണ് ട്രംപ് ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നത്. തായ്ലാൻഡും കംബോഡിയയും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവർ യുദ്ധം നടത്താൻ തയ്യാറല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറല്ല ചെറിയ രാജ്യങ്ങൾ, കേൾക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, അപ്പോൾ ഇനിയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഇന്ത്യ കൊടുക്കുന്ന മറുപടിയും ഇത് തന്നെയായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപിന്റെ ലാംഗ്വേജ് ശരിയല്ല. ട്രംപ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും കൊച്ചായിട്ട് കണക്കാക്കും. അമേരിക്ക മാത്രമാണ് എല്ലാത്തിൻ്റെയും മാസ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഡോമിനേറ്റഡ് അധികാര മനോഭാവത്തോടു കൂടിയാണ് ട്രംപ് സംസാരിക്കുന്നത്. ഭീഷണി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് കൊച്ചു രാജ്യം, ചെറിയ ചെറിയ രാജ്യങ്ങൾ, നമ്മളൊക്കെ എന്ത് ചെറിയ രാജ്യങ്ങളാണ്. ഇയാളുടെ ഭീഷണിക്ക് അങ്ങ് വഴങ്ങി നമ്മളങ്ങ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ. ഒരേ ഒരു രാജ്യം അമേരിക്ക അവരുടെ എൻറ്റയർ ട്രേഡ് ടീമിനെ അയച്ചു വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡ് നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ട്രേഡ് നെഗോസിയേഷൻ നടത്തി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അങ്ങോട്ട് പോയി അമേരിക്കയിൽ പോയി ചർച്ച നടത്തി എന്നല്ല ഇത് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക അവരുടെ ടീമിനെ ഇങ്ങോട്ട് അയച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ട് മടങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ് വാർത്ത. ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡ് ഡീല് അട്ടർ ഫെയിലിയർ. എന്തുകൊണ്ടാണ്? അമേരിക്ക ഇപ്പോഴും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അവരുടെ സോയാബീനും അവരുടെ GM മോഡിഫൈഡ് കോണും അവരുടെ പല സാമഗ്രികളും അവരുടെ പല അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തള്ളണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നടക്കില്ല എന്നുള്ളത് ഇന്ത്യ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ ക്ലാഷ് ആയി നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് ട്രേഡ് ഡീല് നടക്കാത്തത്. പ്യൂണിറ്റീവ് താരിഫ് ഇല്ലേ, അതുകൂടി എടുത്ത് മാറ്റാതിരിക്കുന്നത് ഇതേ വിഷയം കൊണ്ട് തന്നെയാണ്. അതായത് അമേരിക്കൻ മാർക്കറ്റ് നമ്മൾ ഇന്ത്യക്കുള്ളിൽ അമേരിക്കൻ അഗ്രികൾച്ചർ മാർക്കറ്റിന് ഇന്ത്യക്കുള്ളിൽ അമേരിക്കൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾക്കുള്ള മാർക്കറ്റ് ഇന്ത്യ തുറന്നു കൊടുക്കണം. ഇതാണ് അവരുടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ റബ്ബിഷ് ബിഹേവിയറിന് ഇന്ത്യ വഴങ്ങില്ല. അതിന് ഇനി 3 വർഷമല്ല 4 വർഷം നീ ഇരുന്ന് അവിടെ ഭരിച്ചാലും ഇന്ത്യ വഴങ്ങില്ല മീൻസ് വഴങ്ങില്ല, അത്ര തന്നെ. ഇനി അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം ഇന്ത്യ അങ്ങ് സഹിച്ചു, അത്രേ ഉള്ളൂ. ആ നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നെഗോസിയേഷൻ ഫെയിലിയർ ആയിരിക്കുന്നത്. അല്ലാതെ അമേരിക്കയ്ക്കും ഇന്ത്യയും തമ്മിൽ വലിയ വഴക്കും അടിയും ബഹളമൊന്നുമില്ല. സംഭവം ഇതാണ്, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിബന്ധന ഇന്ത്യ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തിലാണ് ഇപ്പോൾ ഇത് കുടുങ്ങി കിടക്കുന്നത്. അതുപോലെ വെനിസ്വല ഒരു ക്ലെയിം, വെനിസ്വലയുടെ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലൂ ജസ്റ്റ് വെനിസ്വലയെ നോക്കി പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ റീഫ്യൂവലർ എയർക്രാഫ്റ്റ് അത് ഏതാണ്ട് ജസ്റ്റ് മിസ്സാണെന്ന്, അല്ലെങ്കിൽ ഇതിന് ഈ ജെറ്റ് ബ്ലൂവിനോട് ഇടിച്ച് ക്രാഷ് ആയെന്നാണ് പറയുന്നത്. ആശത്ത് വെച്ച് തന്നെ, അതായത് ആ സ്പേസിൽ വെച്ച് തന്നെ, എയർ സ്പേസിൽ വെച്ച് തന്നെ രണ്ടും കൂടി ക്രാഷ് ആയേനെ, കൂട്ടിമുട്ടിയേനെ. കാരണം അവരൊരു മുന്നറിയിപ്പില്ലാതെ ഒരു രീതിയിലുള്ള മുന്നറിയിപ്പോ, അല്ലെങ്കിൽ ഈ വെനിസ്വലയുടെ എയർ സ്പേസ് യൂസ് ചെയ്യുന്ന സമയത്ത് റഡാറിനൊക്കെ ഇവർ കൃത്യമായിട്ട് തന്നെ മെസ്സേജ് അയച്ചു കൊടുക്കണമല്ലോ. അതൊന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ല. കാരണം ഇവർ യുദ്ധത്തിന്റെ ഒരു മോഡിലാണല്ലോ അമേരിക്ക വെനിസ്വലയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടക്കുന്നില്ല, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ ജെറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ അവരുടെ പാസഞ്ചർ എയർക്രാഫ്റ്റിനെ ഇന്നലെ അമേരിക്കയുടെ എയർ ഫ്യൂവലർ എയർക്രാഫ്റ്റുമായിട്ട് കൂട്ടിമുട്ടിയേനെ. ആ സാഹചര്യം തലനാരിഴയ്ക്കാണ് ഒഴിവായത് എന്നാണ് വെനിസ്വല പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയൊരു അപകടം, ഏതാണ്ട് 100-300-ലധികം ആൾക്കാർ മരണപ്പെടാനിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു അപകടമാണ് ഒഴിവായത് തലനാരിഴയ്ക്ക്. ഇത് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അഥവാ ഒരു അപകടം നടന്നാൽ തന്നെയും അവരെന്തായിരിക്കും പറയുക? അവർ പറയുന്നത് ഈ ഫ്ലൈറ്റിലൂടെയാണ് മരുന്ന് കടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഈ ഒരു ക്ലെയിം ഇവരൊരു ആരോപണം ഉന്നയിച്ച് ആ വിഷയത്തിനെ തന്നെ അങ്ങ് കുഴിച്ചു മൂടുമായിരുന്നു.
ഇനി അടുത്ത് ഉക്രൈനും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈൻ ഇന്നലെ ഒരു 5 മണിക്കൂർ യൂറോപ്യൻ യൂണിയനുമായിട്ട് പോയി ചർച്ച നടത്തി. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാനൊരു ചാർട്ട് കാണിക്കുന്നുണ്ട്. ഈ ചാർട്ട് ശരിക്കും ഇതിനകത്ത് ഈ ബ്ലൂ കളർ നിങ്ങൾ കാണുന്നില്ലേ, ഈ ബ്ലൂ കളർ ജോ ബൈഡൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉക്രൈന് കൊടുത്തിരുന്ന ഒരു മാസമാണ്. ഇപ്പം ജോ ബൈഡൻ ഭരിച്ചിരുന്ന ആ മാസങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ എല്ലാം ബ്ലൂ കളറിൻ്റെ ആ ഒരു ഇത് കാണാൻ കഴിയുന്നത്. ഈ ബ്ലൂ കളർ എല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഉക്രൈന് അമേരിക്ക ഫണ്ട് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിമാർക്സ് ആണ് അവിടെ കാണുന്നത്. ട്രംപ് വന്നതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ, അതിനകത്ത് ഒരു ബ്ലൂ കളറും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അതെല്ലാം കാലിയടിച്ച് കിടക്കാണ്. കാരണം ട്രംപ് എപ്പോഴാണ് ഉക്രൈൻ സെലൻസ്കി വൈറ്റ് ഹൗസിൽ പോയിട്ട് മുട കാണിച്ചിട്ട് ഇറങ്ങി വന്നോ അതോടുകൂടി ട്രംപ് ഉക്രൈന് പണം കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. ഇതുവരെ കൊടുക്കുന്നില്ല, ആയുധങ്ങളും കൊടുക്കുന്നത് പരമാവധി കുറച്ചിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉക്രൈനെ ഒരു പരിധി വരെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒതുക്കിയിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം അമേരിക്ക റഷ്യക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, ആയുധം കൊടുക്കുന്നുള്ളതല്ല, അതായത് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതുമായിട്ട് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തമ്മിൽ വ്യാപാര താല്പര്യങ്ങളുണ്ട്, അതുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ യൂറോപ്യൻ യൂണിയനും ഉക്രൈനിലെ സെലൻസ്കിയും തമ്മിൽ 5 മണിക്കൂർ നടത്തിയ ചർച്ചയിൽ പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, സെലൻസ്കി ഫൈനലി നാറ്റോയിൽ ചേരുന്നില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ശരിക്കും അവർ നറേറ്റ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ. യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ശരിക്കും സെലൻസ്കി ഇപ്പം നാറ്റോയിൽ ചേരേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് ഈ രാജ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പം നാറ്റോയിൽ ചേരേണ്ട, യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുത്തായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഉപദേശമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഉക്രൈനിലെ സെലൻസ്കിയുടെ പോയിന്റുകൾ യൂറോപ്യൻ യൂണിയനിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവസരം നോക്കിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി ഒരു റൗണ്ട്, അതായത് 1 more റൗണ്ട് ചർച്ച കൂടി നടക്കും എന്നാണ് പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയനിലുള്ള നേതാക്കളും സെലൻസ്കിയും തമ്മിൽ ഒരു റൗണ്ട് ചർച്ച കൂടി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിലവിൽ ശരിക്കും ഈ രാജ്യങ്ങളാണ് സെലൻസ്കി എടുത്ത് പറഞ്ഞിരിക്കുന്നത് നാറ്റോയിൽ ചേരണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വാർത്ത വന്നിരിക്കുന്നത് സെലൻസ്കി എന്തോ സ്വമേധയാ തീരുമാനമെടുത്ത കണക്കാണ് വാർത്തകളെ നറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സെലൻസ്കി അങ്ങനെ താഴ്ത്തിക്കെട്ടിയുള്ള വാർത്ത യൂറോപ്പിൽ നിന്ന് വരാൻ പാടില്ലല്ലോ, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിൾ 122 അത് റദ്ദാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഈ ആർട്ടിക്കിൾ 122 റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ആർട്ടിക്കിൾ 122 കൊടുക്കുന്ന പവർ എന്താണെന്ന് പറഞ്ഞാൽ, ഉർസുല വോണ്ടർലൈൻ പോലത്തെ നോൺ ഇലക്ടഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള, നോൺ ഇലക്ടഡ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് യൂറോപ്യൻ യൂണിയൻ. ഉർസുല വോണ്ടർലൈൻ, അതുപോലെ ഖായ കലാസ്, ഇങ്ങനെ കുറേ നേതാക്കളുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഒരു റൈറ്റ് കൊടുക്കും. എന്ത് റൈറ്റ് ആണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ ഉപയോഗിച്ച് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനത്തിനെ തടയുന്നുവെങ്കിൽ അത് ആ സംഘടനയ്ക്ക് വിരുദ്ധമായിട്ട്, അതായത് യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ ഒട്ടാകെ എടുക്കാനിരുന്ന തീരുമാനത്തിനെ തടയുന്ന രീതിയിൽ വീറ്റോ ഉപയോഗിക്കുന്ന പക്ഷത്തിൽ, ഫോർ എക്സാമ്പിൾ ഹംഗറി, ചെക്കോസ്ലോവിക്, ഫോർ എക്സാമ്പിൾ ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, ഇതേപോലത്തെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടിയിട്ട് റെഫറൻഡം പാസ്സാകുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനിൽ വീറ്റോ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും ഹംഗറിയിലെ വിക്ടർ ഓർബനാണ്. അപ്പം ഇതേപോലത്തെ നിയമങ്ങളൊക്കെ തടയാനും, അതുപോലെ തന്നെ ഇതേപോലത്തെ നിയമങ്ങളെയൊക്കെ ഓവർ റൂൾ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഫണ്ട്, റഷ്യയുടെ ഫണ്ട് പല രാജ്യങ്ങളിലായിട്ടുണ്ട്. അതിനകത്ത് ബെൽജിയത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി പല രാജ്യങ്ങളിലും 18%, 10%, ഇപ്പം ജർമ്മനിയിലൊക്കെ 0.22% ഒക്കെ ഉണ്ട് ഈ റഷ്യയുടെ ഫണ്ട്. അപ്പോൾ ഈ ഫണ്ടെല്ലാം കളക്റ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് കോമൺ ഫണ്ടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് നിയമം പാസ്സാക്കേണ്ടതുണ്ട്. അപ്പം അതിനെല്ലാം ഇപ്പം അതിനെ തടയുന്നത് ബെൽജിയം. കാരണം ബെൽജിയത്തിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ റഷ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അപ്പോൾ അവരെന്ത് പറയുന്നത് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഏതാണ്ട് 180 ബില്യൺ യൂറോ അടുപ്പിച്ച് റഷ്യയുടെ ഫണ്ടുണ്ട്. അപ്പം ഇത് ഇവരെടുത്ത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കേസും കാര്യങ്ങളുമായിട്ടൊക്കെ റഷ്യ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലോ പ്രകാരം പിന്നീട് ബെൽജിയമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് ബെൽജിയത്തിനുള്ളത്. അപ്പോൾ ഫണ്ടിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ബെൽജിയം വീറ്റോ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വീറ്റോ ഒക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടും ഓവർ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 122 റദ്ദാക്കിയിരിക്കുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവർ റദ്ദാക്കിയിട്ട് എന്താണ് സംഭവിക്കാമെന്ന് നമുക്കറിയില്ല. ഈ ഫണ്ടിൽ ഏതാണ്ട് 100 ബില്യൺ യൂറോ ഉക്രൈന് കൊടുക്കാനും 200 ബില്യൺ യൂറോ അമേരിക്കയ്ക്ക് കൊടുക്കാനുമാണ് പ്രാഥമികമായിട്ട് അമേരിക്ക പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അടി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ആ ഫണ്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 122 ഇവർ റദ്ദാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നും വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ചൈനയും ഇന്ത്യയൊക്കെ യൂറോപ്പിനെ നോക്കി ചിരിക്കുന്നു എന്നാണ് യൂറോപ്പിലെ ഫാർമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലെ കർഷകർ, യൂറോപ്പിലെ മാനുഫാക്ചറേഴ്സ് ഒക്കെ പരാതിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈനയും ഇന്ത്യയൊക്കെ ചിരിക്കുന്നത് പറഞ്ഞാൽ, യൂറോപ്പിൻ്റെ കാർബൺ പോളിസി അത് വളരെ ഫേക്ക് ആയിട്ടുള്ളൊരു പോളിസിയാണ്. മഴ ആയിക്കോട്ടെ, കാലാവസ്ഥ കെടുതി ആയിക്കോട്ടെ, ഇതെല്ലാം എല്ലാ കാലവും വരുന്ന കണക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സൈക്കിളാണ്. എർത്ത് അതിനെ സ്വയമേ തന്നെ അത് റീസെറ്റിൽ ചെയ്ത് എർത്ത് അതിനെ സ്വയമേ തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കോളും. പിന്നെ ഈ രീതിയിലുള്ള ഡെലിമയാണ് ഇവിടെ, അതായത് ഒരു ശരിക്കും ഈ കാർബണുമായിട്ട് ബന്ധപ്പെട്ട്
ഈ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പോളിസികളും ടാക്സുമാണ് യൂറോപ്പിലുള്ളത് എന്നുള്ളൊരു നിലപാടാണ് ആ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അവരിതിനെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയെ നോക്കൂ, ചൈനയെ നോക്കൂ, അവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കർഷകർക്കൊക്കെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഇവിടെ പശു വളർത്തിയാൽ തന്നെ നല്ല രീതിയിലുള്ള ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. ഈ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പശു വളർത്തുന്ന പശുവിന്റെ എണ്ണം അനുസരിച്ച് അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ചില പരിപാടികളൊക്കെ, അതായത് അവിടെ കൃഷിക്കാർക്ക് പോലും, ക്ഷീര ഉൽപ്പാദകർക്ക് പോലും അവിടെ സ്വസ്ഥതയില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 7% മാത്രം കാർബൺ എമിഷൻ റെക്കോർഡ് ചെയ്യുന്ന യൂറോപ്പിൽ നല്ല രീതിയിലുള്ള ടാക്സ് ആണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇന്ത്യ, ചൈന പോലത്തെ രാജ്യങ്ങളൊക്കെ 30% മേളിലാണ് അവരുടെ കാർബൺ എമിഷൻ. US പോലത്തെ രാജ്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് മൈൻഡേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാർബൺ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് തന്നെ അമേരിക്ക വിഡ്രോ ചെയ്തിരിക്കുകയാണ് സ്വമേധയാ, ട്രംപ് വന്നതിന് ശേഷം. ഇത് ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ടാക്സ് ഒക്കെ കുറച്ച് തരാം എന്നുള്ള നിലപാടാണ് ശരിക്കും യൂറോപ്പിലെ കർഷകർക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.